കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ ദാസന്മാർക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇത് രാത്രിയിൽ ദൈവവചന ശുശ്രൂഷക്കുള്ള സമയമാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺസൺ ജോർജ് ന്യൂയോർക്കിൽ നിന്ന് നമ്മുടെ മധ്യ ആഗതനായിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സാലയും പെന്തക്കോസ്തൽ ടാബർനാക്കിൾ ചർച്ചിന്റെ സീനിയർ പാസ്റ്ററായിട്ട് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹീതനായ ദൈവദാസനാണ്. കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ന്യൂയോർക്കിലെ പേരൻസിന്റെയും പാസ്റ്ററാണ്. ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ മറ്റൊരു ചർച്ചിൽ സാധാരണ പോകാറില്ല. ഞാൻ ഈ ചർച്ചിൽ മാത്രമേ പോകാറുള്ളൂ. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വിശ്രമവും ഇല്ലാതെ ന്യൂയോർക്കിന്റെ ഓരോ തെരുവുകളിലും സൈൻ ബോർഡും ട്രാക്റ്റുമായിട്ട് സഭാ ശുശ്രൂഷയും വീട് വിസിറ്റ് ഒന്നും മാത്രം അതിനു പകരമായി ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൻ്റെ ഫേസ്ബുക്കിൽ നോക്കി കാണാനറിയും. അതിൽ സെപ്റ്റംബർ 11 ബിൽഡിങ്ങിൻ്റെ ഒക്കെ മൻഹാട്ടൻ ബിൽഡിങ്ങിൻ്റെ വിവിധ ഫലങ്ങളിലും ബ്രിഡ്ജിലും ഒക്കെ സൈൻ ബോർഡുമായിട്ട് കർത്താവിൻ്റെ ദാസൻ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്റെ ദർശനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ ടീച്ചറായി, നല്ല പ്രഭാഷകനായി, സ്തോത്രം, നല്ലൊരു പാസ്റ്ററായിട്ട്, നല്ലൊരു പ്രാർത്ഥനാ വീരനായി, നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ദൈവത്തിനെ ശുശ്രൂഷിക്കും. 40-45 മിനിറ്റ് സമയമുണ്ട്. പരിശുദ്ധാത്മാവ് നടത്തുന്ന പോലെ കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷിച്ചാട്ടെ. സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസന്മാര്, വിശേഷാല് പാസ്റ്റർ MJ എബ്രഹാം, മറ്റ് ദേവദാസന്മാര്, ലൈനിലായിരിക്കുന്ന എല്ലാ വാത്സല്യ ദൈവജനത്തിനും യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഈ രാത്രിയിലെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ കടന്നു വരുവാനും ഒരുമിച്ചായിരിക്കാനും കർത്താവ് കൃപ ചെയ്തതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, കർത്താവ് നമ്മളെ ഒക്കെ കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ വിളി കൊണ്ട് വിളിച്ച് വിവിധ സ്ഥലങ്ങളിൽ കർത്താവ് ഉപയോഗിക്കുന്നു. യേശു കർത്താവിന്റെ ആ കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ പാസ്റ്ററും മമ്മിയും ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഞങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് വലിയ ബലമാണ്. ഒക്ലഹോമയിൽ ദൂരമാണെങ്കിലും ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ നല്ല കൂട്ടായ്മ ദൈവമായ കർത്താവ് തരുന്നു. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അല്പസമയത്തെ വചന ധ്യാനത്തിനായിട്ട് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. സ്മർണയിലെ സഭയുടെ ദൂതൻ എഴുതുക: മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ദൈവത്തിന് സ്തോത്രം. 1-2 വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. അതിന്റെ 22-ാമത്തെ അധ്യായം 18-19 വാക്യം ഒന്ന് വേഗത്തിൽ വായിക്കുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. വളരെ ഗൗരവമേറിയ ഒരു വാണിങ്ങോടെയാണ് വിശുദ്ധ വേദപുസ്തകം അവസാനിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ മാത്രം കൺക്ലൂഷൻ അല്ലത്. ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് വാണിംഗ് ആണ് നമ്മൾ ഒടുവിൽ കണ്ടത്. ഈ പുസ്തകത്തിൽ നിന്നും ഒന്നും നീക്കിക്കളയാനും ഒന്നും കൂട്ടുവാനും നമുക്ക് ഇടയാകരുത്. ദൈവത്തിന് സ്തോത്രം. അത് പ്രത്യേകമായിട്ട് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുക. എന്നാൽ അടുത്ത കാലത്തായിട്ട് എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം,
ലോകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ചെന്നിട്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ ഏതെങ്കിലും വാക്യത്തിന്റെ അറ്റമോ വാലോ ഒക്കെ എടുത്തിട്ട് വളരെ ഘനമേറിയ നിലയിൽ പ്രഭാഷണങ്ങൾ ചെയ്തു വരുന്നു. അത് സൂക്ഷ്മമായിട്ട് പഠിക്കുന്ന ഒരു വേദവിദ്യാർത്ഥിക്ക് മനസ്സിലാകും അതല്ല അവിടെ എഴുതിയിരിക്കുന്നത്, അവിടുത്തെ വിഷയം അതല്ല എന്ന് ഗ്രഹിപ്പാൻ കഴിയും. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ പെട്ടെന്ന് ആൾക്കാര് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ വൈഫും കൂടി ഞങ്ങൾ ഹൂസ്റ്റണിൽ നിന്ന് ഇന്നലെ തിരിച്ച് യാത്ര ചെയ്തപ്പോൾ ഇരുന്ന ഇരിപ്പില്, പ്ലെയിനിൽ ഇരുന്ന ഇരിപ്പിൽ എൻ്റെ വൈഫ് വെളിപ്പാട് പുസ്തകം 1 മുതൽ 22 വരെയുള്ള അധ്യായം വായിച്ചു തീർത്തു. വായിച്ചു തീർത്തിട്ട് അവസാന വാക്യത്തെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ ഭാഗം എത്രമാത്രം സൂക്ഷ്മത വേണം നാം വേദപുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ. വിശുദ്ധ വേദഗ്രന്ഥത്തെ എങ്ങനെ വേണം നാം കാണാൻ? ഇത് കർത്താവിന്റെ അരുളപ്പാട്. അതിന് നമ്മൾ ഭയഭക്തിയോടെ സമീപിക്കണം. എന്നാൽ അങ്ങനെയല്ല കണ്ടുവരുന്നത്. വളരെ ഖേദകരമാണ്. നന്നായി വചനം പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ 100-300 പേര് കാണും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഞാനിപ്പോ പറഞ്ഞ പോലുള്ള ഒരു പ്രഭാഷണമാണെങ്കിൽ അത് നിമിഷങ്ങൾ കൊണ്ട് 1000-ങ്ങളിലെത്തും. 2 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ 50,000, 70,000, 1,00,000 പേരൊക്കെ അത് കാഴ്ചക്കാരുള്ളതായിട്ട് കാണും. എന്നാൽ സൂക്ഷ്മമായി പഠിക്കുന്നവർക്ക് മനസ്സിലാകും ഇത് അല്ല അവിടുത്തെ സംജ്ഞ എന്നത്. ഞാനിത് ഓർപ്പിക്കാൻ കാര്യം, ഒരു വേദവിദ്യാർത്ഥി എന്ന നിലയിൽ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളുടെ പുറകെ നമ്മുടെ സമൂഹം വേഗത്തിൽ ഓടിപ്പോകുന്നത് കാണുമ്പോൾ ഉള്ള ദുഃഖം കൊണ്ട് പറഞ്ഞതാണ്. വേദപുസ്തകം നമ്മോട് പറയുന്നത് നാം കുലുങ്ങാത്തവരാകണം. മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങളാണ്, വിശേഷിച്ച് 24-ാം അധ്യായമാണ് അതിന്റെ സമാന്തര വേദഭാഗങ്ങളുമാണ്. വെളിപ്പാട് പുസ്തകം നമ്മെ പഠിക്കുവാനുള്ള രൂപരേഖ കിടക്കുന്നത്. ദ ലിറ്റിൽ അപ്പോക്കലിപ്സ്. കർത്താവായ യേശു തന്നെ ജീവകാലത്ത് മരണത്തിന് മുമ്പായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയ അപ്പോക്കലിപ്സിന്റെ വെളിപ്പാടിന്റെ എക്സ്പാൻഡഡ് വേർഷനാണ് വെളിപ്പാട് പുസ്തകം. അത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് യോഹന്നാന് നൽകി. അപ്പോൾ ഇതിന്റെ വ്യാഖ്യാനത്തിന് നമ്മെ സഹായിക്കുന്നത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. ദാനിയേലിന്റെ പുസ്തകവും നമ്മെ സഹായിക്കും. ഈ 2-3 ഭാഗങ്ങളാണ് ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് പഠിക്കേണ്ടത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ചിലരുടെ ധാരണ ഇത് ഗ്രഹിക്കാൻ കഴിയത്തില്ലെന്ന, മറ്റു ചിലരുടെ ധാരണ അവർക്ക് ഇതിന്റെ എല്ലാ കാര്യവും അറിയാവുന്ന. ഇത് 2 ധാരണകളും അത്ര നല്ലതല്ല. വേദപുസ്തകത്തിന്റെ എല്ലാ ഭാഗവും നാം ഇനിയും പഠിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നാം ആരംഭിച്ചു, ഫൗണ്ടേഷൻ ഇട്ടു, മേളിലേക്ക് പണി നടക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പെട്ടെന്ന് പ്രഭാഷണം ഉണ്ടാക്കുവാൻ വേഗത്തിൽ സന്ദർഭമനുസരിച്ച് മൈലേജ് ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യം, അത് ദൈവജനത്തെ ഭയത്തോടെ സമീപിക്കാത്ത നിമിത്തം ചിലപ്പോഴൊക്കെ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ലോക്കൽ അല്ലെങ്കിൽ മൈനർ കോൺടെസ്റ്റ് ഉണ്ട്, അധ്യായത്തിന്റെ കോൺടെസ്റ്റ് ഉണ്ട്, പുസ്തകത്തിന്റെ ഉണ്ട്, ടെസ്റ്റമെന്റിന്റെ ഉണ്ട്, ആഗമന വേദപുസ്തകത്തിന്റെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ കോൺടെസ്റ്റ് ഉണ്ട്. ഇതിന്റെ അതിർവരമ്പ് വിട്ടു പോകാതെ വേണം നമ്മുടെ വചന പഠനം നടക്കുവാൻ, വ്യാഖ്യാനങ്ങൾ നടക്കുവാൻ, നമ്മുടെ പ്രഭാഷണങ്ങൾ നടക്കുവാൻ. അതിന്റെ അതിർവരമ്പ് വിട്ടുപോയാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ അവര് വചനത്തിന്റെ അതിർവരമ്പ് വിട്ടുപോയാൽ പൗലോസ് ഇടയ്ക്ക് പറയുന്ന ഒരു വലിയ വാക്കുണ്ട്, അവരധികം മുഴുക്കയില്ല. അത് ഒരു വലിയ പ്രയോഗമാണ്. അങ്ങനെ അങ്ങോട്ട് നമ്മൾ പോകരുത്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ സൂക്ഷ്മതയോടെ വേണം പഠിക്കുവാൻ, വളരെ സൂക്ഷ്മതയോടെ പഠിക്കണം. അതിന്റെ നമ്മളുടെ ലാഭത്തിന് വേണ്ടി ആകരുത് പഠിക്കുന്നത്. വചനം നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കണം. നാം അനുവദിക്കണം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ. നാം തുറന്ന പുസ്തകവുമായി ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. അവിടെ പറഞ്ഞ് ഞാനത് വിടുകയാണ്. പക്ഷെ ഈ വാണിംഗ് ഓർത്തിരിക്കണം, ഇതിനകത്ത് കൂട്ടാനും കുറയ്ക്കുവാനും നമുക്ക് അവകാശമില്ല. അങ്ങനെ ചെയ്താൽ വേദപുസ്തകത്തിലെ ഏറ്റവും ഗൗരവമേറിയ ഒരു വാണിംഗ് ആണ് പറഞ്ഞത്. നീക്കിക്കളയും, ഇന്ന പറയുന്ന ബാധകൾ വരും,
ഇങ്ങനെയൊക്കെ പറയുന്ന ഗൗരവമുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവജനമേ, ഈ രാത്രിയിൽ അല്പസമയം നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് വേഗത കടന്നു വരികയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിക്കും. എനിക്ക് ബോധ്യമാണ്, കർത്താവിന്റെ ആത്മാവിന് ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നാം ഓരോരുത്തരോടും സംസാരിക്കാൻ ഇഷ്ടമാണ്. ഒന്ന് അവരോട് പറഞ്ഞു, എന്റെ കർത്താവിന് എന്നോട് സംസാരിക്കാൻ ഇഷ്ടമാ എന്ന് പറഞ്ഞു. എന്റെ കർത്താവിന് എന്നോട് സംസാരിക്കാൻ ഇഷ്ടമാ. ഹല്ലേലൂയ. അവൻ വീണ്ടും സംസാരിക്കും. അവൻ ഇന്ന് രാത്രിയിലും, ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മോർണിംഗ് ഓവർ ദെയർ, ഈ രാവിലെയും എന്റെ കർത്താവ് എന്നോട് സംസാരിക്കും. കർത്താവ് സംസാരിക്കുമ്പോൾ ഊഹാപോഹങ്ങളല്ല പറയുന്നത്, വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് വളരെ വ്യക്തതയോടെയാ. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി സംസാരിക്കും. വായിച്ച ഭാഗത്തിന്റെ 1-2 മുഖവരെ പെട്ടെന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് കടന്നു വരാം. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് 7 സഭകളുടെ ദൂതനെ എഴുതുക. ദൂതൻ എന്ന് പറയുമ്പോൾ ആത്മമണ്ഡലത്തിൽ നിൽക്കുന്ന ദൂതനാന്നൊക്കെ പ്രസംഗിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, ഈ എഴുത്ത് ആത്മമണ്ഡലത്തിൽ നിൽക്കുന്നവർക്ക് ആവശ്യമില്ലല്ലോ. അക്ഷരീക ദൂതന്മാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ദൂതൻ എന്നുള്ള മെസ്സഞ്ചർ എന്നുള്ളത് ലോക്കൽ സഭയുടെ ശുശ്രൂഷകന് ഉപയോഗിച്ചിരിക്കുന്ന പദമാകാനേ വഴിയുള്ളൂ. അല്ലാതെ ഒരു പ്രയോഗത്തിന് സാധ്യതയില്ല. കാരണം അക്ഷരീകമായി എഴുതപ്പെട്ടൊരു കത്ത് ആത്മമണ്ഡലത്തിൽ നിൽക്കുന്ന ദൂതന് ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം അങ്ങനെ ആൾ പ്രസംഗിക്കുന്നത് കേട്ടത് കൊണ്ട് പറഞ്ഞതാ. ആ സഭയുടെ ദൂതൻ, ആ സഭയുടെ മെസ്സഞ്ചർ, ആ സഭയുടെ ശുശ്രൂഷകൻ, ആ സഭയുടെ പാസ്റ്റർ. ലീഡർഷിപ്പ് ഈസ് വെരി ക്രൂഷ്യൽ. അതുകൊണ്ടാണ് ഇവിടെ 7 സഭകൾക്കും പറയുമ്പോൾ 7 സഭകളുടെ ദൂതന്മാർക്ക്, അവിടെ ശുശ്രൂഷകന്മാർക്ക് എഴുതുക. അവരാണ് ജനത്തെ ഇത് പഠിപ്പിക്കേണ്ടത്. അവർ ത്രൂ ആണ് സന്ദേശം. ദൈവം സന്ദേശങ്ങൾ നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. സ്മിർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 സഭകളിലെ 2ാമത്തെ സഭയായിട്ട് സ്മിർന്ന. ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, സ്മിർന്നയിൽ ഇന്നും ദൈവസഭയുണ്ട്. 2000 വർഷം ഏകദേശം ആകുന്നു. ഇന്നും അവിടെ സഭയുണ്ട്. ലോകത്തിന്റെ അനേക ഭാഗങ്ങളിൽ 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച സഭകളെല്ലാം ആ സ്ഥലത്ത് നിന്നും നാമാവശേഷമായി. ഇപ്പോൾ ഇസ്രായേലും അടുത്തുള്ള ശത്രുക്കളുമായിട്ടുള്ള ഇത് നടക്കുന്നു, പ്രത്യേകിച്ചും ലെബനനിൽ. അതുകൊണ്ട് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം രാവിലെ ഇരുന്ന് ലെബനനെ കുറിച്ച് ഇങ്ങനെ വായിച്ചു. ലെബനനെ കുറിച്ച് വായിച്ചപ്പോൾ ലെബനനിൽ ഇന്നുള്ള ജനതകള് അവിടുത്തെ പുരാതന ജനതകളല്ല, അവര് മറ്റു സ്ഥലങ്ങളിലും വന്നു കയറിയവരാണ്. അറബ്സ് ആണ് നല്ല ശതമാനവും. പിന്നെ കുറച്ച് ഡ്രൂസ് ഉണ്ട്, അർമീനിയൻസ് ഉണ്ട്. അവർ അർമീനിയയിൽ നിന്ന് വന്നവരാണ്. ടർക്കിഷ് ആൾക്കാർ കുറച്ചുണ്ട്. അപ്പം അവിടെ ഉള്ളവര് കാലങ്ങളുടെ മാറ്റത്തിനകത്ത് ജനതകൾ മൈഗ്രേറ്റ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇത് ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമുക്കതിനോട് യോജിപ്പ് കാണിക്കാം. എന്ത് ചെയ്താലും ഈ മൈഗ്രേഷൻ ഈസ് എ റിയാലിറ്റി. മൂവ്മെന്റ്, പീപ്പിൾ മൂവ്മെന്റ് ഒരു റിയാലിറ്റിയാണ്. അങ്ങനെ ലെബനനിലെ ജനതകൾ മാറിപ്പോയി. പുരാതന കാലത്തുണ്ടായിരുന്ന സഭകൾ, അവിടെ ഇപ്പോൾ ഒരു പള്ളി ഉണ്ടെങ്കിൽ പോലും അതിന്റെ തുടർച്ചയാകണമെന്നില്ല. എന്നാൽ അപൂർവമായിട്ട് ലോക ചരിത്രത്തിൽ സ്മിർന എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെയുള്ള ജനതകളോട് സംസാരിച്ചാല് അവർക്ക് 1-ാം നൂറ്റാണ്ട് വരെ അവരുടെ പാരമ്പര്യം ട്രേസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു, ജീനിയോളജി അവർക്ക് പറയാൻ സാധിക്കുന്നു എന്ന് വായിപ്പാൻ ഇടയായി തീർന്നു. ഞാൻ അവിടെ പോയിട്ടില്ല, വായിച്ച കാര്യമാണ് പറഞ്ഞത്. സ്മിർനയിലെ സഭ മറ്റു അനേക സഭകളും നാമാവശേഷമായപ്പോൾ വളരെ വലുതല്ലെങ്കിലും സ്മോൾ കമ്മ്യൂണിറ്റി ഈസ് കണ്ടിന്യൂയിങ്. ആ ചെറിയ സമൂഹം ഇന്നും അവിടെ നിലനിൽക്കുന്നു. അവിടെയുള്ളവർക്ക് കർത്താവ് നൽകുന്ന സന്ദേശമായത്. ഈ 7 സന്ദേശങ്ങൾക്കകത്ത്, 7 കത്തുകൾക്കകത്ത് 2 സഭകളോട് മാത്രം കർത്താവ് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പറയുന്നില്ല. അതിലൊന്നാണ് സ്മിർന, മറ്റൊന്ന് ഫിലദൽഫിയ സഭയാണ്. ദൈവത്തിന് സ്തോത്രം. വചനം പഠിപ്പിക്കുന്ന നമുക്ക് എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഒന്നുകൂടെ പറയട്ടെ. 2 സഭകൾക്ക്, ഫിലദൽഫിയയിലെ സഭ അതുപോലെ തന്നെ സ്മിർനയിലെ സഭ, ഈ 2 സഭകളോടാണ് കർത്താവ് മാനസാന്തരപ്പെടുക എന്ന സന്ദേശം പറയാത്തത്. ഈ സ്മിർനയിലെ സഭയുടെ പ്രത്യേകത എന്താണ്? 1-2 കാര്യങ്ങൾ താഴേക്ക് നമ്മൾ പോകുമ്പോൾ കാണും. ആ സഭ കർത്താവിന് മാനസാന്തരപ്പെടാൻ വിളിക്കേണ്ട കാര്യമില്ല. അവര് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവരാ, പ്രതികൂലം അനുഭവിക്കുന്നവരാ. അത് നമ്മളവിടെ കാണാം. മുൻപോട്ട് പോകുമ്പോൾ കാണും. അവിടെ കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. ശ്രദ്ധിക്കണമേ, ഇത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് നമുക്കിഷ്ടം, നമ്മുടെ താല്പര്യമൊക്കെ
ഈ യുദ്ധമൊക്കെ എഴുതിയിട്ടുണ്ടോ? ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടോ? കർത്താവ് എന്നാ വരുന്നത്? അത് ഡേറ്റ് ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? അന്ത്യക്രിസ്തു ആരാണ്? അന്ത്യക്രിസ്തു എപ്പോഴാ വരുന്നതെന്നൊക്കെ അറിയാനൊക്കെയാ. എന്നാൽ ഈ പുസ്തകം എഴുതിയിരിക്കുന്നതിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞാല് നാം യേശുവിനെ അറിയണമെന്നുള്ളതാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മഹത്വമാണ് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നത്. കർത്താവിനെ അറിയുക, യേശു ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് വെളിപ്പാട്. മറ നീക്കുന്നത് യേശുവിന്റെ ഐഡന്റിറ്റിയാ. നമ്മുടെ കർത്താവായ യേശുവിന്റെ അസ്തിത്വമാണ് ഈ പുസ്തകത്തിന്റെ കാതലായ വിഷയം, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഇത് കർത്താവായ യേശു തന്നെ താൻ വിളിച്ച് വേർതിരിച്ച് അപ്പോസ്തലത്വം ഏൽപ്പിച്ച യോഹന്നാന് നേരിട്ട് നൽകുന്നതാ. അതിനകത്ത് ഇടയ്ക്കൊരു ദൂതൻ എന്ന് പറയുന്നുണ്ട്, മറ്റു ചില കാര്യങ്ങളുണ്ട്. എന്നാൽ കർത്താവ് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത്, കർത്താവ് തന്നെയാ പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു ദൂതന് മാത്രം ലഭിച്ച ഒരു സന്ദേശമല്ല, യേശു കർത്താവ് തന്നെ യോഹന്നാന് കൊടുത്ത വെളിപ്പാട്. ആ വെളിപ്പാട് നമുക്ക് വേണ്ടി യോഹന്നാനിലൂടെ നൽകിയിരിക്കുന്നു. കർത്താവായ യേശു, ഉയർത്തെഴുന്നേറ്റ് യേശു പറഞ്ഞ ഈ സന്ദേശം, ഈ സന്ദേശത്തിനകത്തിരിക്കുന്ന കണ്ടന്റ്, സബ്ജക്റ്റ്, ഇതിന്റെ ആകത്തുക, അതിനെ കുറച്ച് കാണിക്കുവാനായിട്ട് ലോകത്തെ ഏതെങ്കിലും ഒരു മതമോ ചിന്തയോ ഐഡിയോളജിയോ അവരുടെ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഖണ്ഡിക്കുവാൻ വന്നാൽ ദൈവമക്കളായ നാം അതിനെ എങ്ങനെ പ്രതിരോധിക്കും? ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഇത് ആരെങ്കിലും ത്രൂ കൊടുത്തതല്ല. ഇത് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് തന്നെ വെളിപ്പെടുത്തി തന്റെ ജനത്തിനു വേണ്ടി താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനിലൂടെ നൽകിയതാണ്. ഇതിനകത്ത് സംശയങ്ങൾക്കോ വാദത്തിനോ ഇടയില്ല. യേശുവിന്റെ അസ്തിത്വം ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമാ. ക്രിസ്ത്യ വിശ്വാസം ഇത് അന്ധവിശ്വാസമല്ല, ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ഫെയ്ത്ത്. ആ വിശ്വാസത്തിനകത്ത് നിൽക്കുന്നത് ദൈവത്തിന്റെ അസ്തിത്വം, യേശു കർത്താവിന്റെ അസ്തിത്വം. ആ അസ്തിത്വം നാം തിരിച്ചറിയുന്ന മനുഷ്യൻ അവിടെ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ആ ആശ്രയമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആശ്രയം വെളിപ്പെടുത്തുക, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു കർത്താവിന്റെ വെളിപ്പാടാ, യേശു കർത്താവിനെ അറിയുവാൻ വേണ്ടി തന്നിരിക്കുന്നതാ. അവിടെ പറയുകയാണ് മരിച്ചവനായിരുന്നു. യേശു കർത്താവ് പറയാണ് ഞാൻ മരിച്ചവനായിരുന്നു. ലോകത്തെ ഒരു മതം പറഞ്ഞ യേശു മരിച്ചില്ലായിരുന്നു പറയുന്നവരും, അതിന് വലിയ ഫോളോവേഴ്സ് ഉണ്ട്. ലോകത്തെ നല്ല ഒരു നമ്പർ ജനം യേശു മരിച്ചെന്ന് വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കാത്തവരുണ്ട്. അഹമ്മദി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവർ പറയുന്നത് യേശു അവിടെ മരിച്ചില്ല പിന്നെ മരിച്ചു എന്ന് പറയുന്നവരുണ്ട്, പിന്നെ ജീവിച്ചില്ലെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവിധ ചിന്തകളെയും ഒറ്റ വാക്കുകൊണ്ട് യേശു തന്റെ വായിലെ വാളുകൊണ്ട്, ഇരുവായ്ത്തല വാളുകൊണ്ട് ഇന്ന് രാത്രി വെട്ടിമാറ്റുകയാണ്. എല്ലാ സംശയങ്ങളെയും വെട്ടിമാറ്റി പറയുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്തവനാ. ഇതിനപ്പുറത്തുള്ള ഒരു സംശയവും ഏത് ഇസം കൊണ്ടുവന്നാലും ഏത് മതം കൊണ്ടുവന്നാലും അതിനെയെല്ലാം കർത്താവ് വചനത്താല് ദൂരീകരിക്കുകയാണ്, വെട്ടിമാറ്റുകയാണ്. പറയാണ് ഞാൻ മരിച്ചവനായിരുന്നു. യേശു പറയാണ് ഞാൻ മരിച്ചവനായിരുന്നു. ചോദ്യം, ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? ദൈവമായവൻ മനുഷ്യനായി വന്നു, അവൻ പറയുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയായ എനിക്ക് അവനോട് തർക്കമില്ല, എന്റെ കർത്താവിനോട് എനിക്ക് തർക്കമില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവജനമേ, ആരെങ്കിലും ഇട്ട് തന്ന ഏതെങ്കിലും ചോദ്യത്തിനകത്ത് എന്തെങ്കിലും സംശയം ബാക്കി കിടപ്പുണ്ടെങ്കിൽ രാത്രി യേശു കർത്താവ് പറയുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു. ആബ്സല്യൂട്ട് ക്ലിയർ കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെന്റ്. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്തതാ. ഉയർത്തെഴുന്നേറ്റവനാ, ജീവനോടെയുള്ളവനാ, അവൻ ഇനി മരണമില്ല. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവ് അവിടെ വളരെ വളരെ വ്യക്തമായിട്ട് 100,000 കാര്യമുണ്ട് ഇതിനകത്ത്. നമ്മുടെ വായിച്ച ഭാഗത്തെ കാര്യം മാത്രം ഇന്ന് രാത്രി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. യെശയ്യാവിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകത്തിനകത്ത് 41:4, 44:6, 48:12 അതിന് സമാനമായ ധാരാളം പ്രയോഗങ്ങൾ. ഇവിടെ എല്ലാം
പഴയ നിയമത്തിൽ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട ദൈവത്തിന് ഉപയോഗിച്ച പ്രയോഗമാണ് ആദ്യനും അന്തിനുമായവൻ. ദൈവത്തിന് സ്തോത്രം. ആൽഫ ആൻഡ് ഒമേഗ, ആദ്യനും അന്തിനുമായവൻ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ യേശു കർത്താവിനെ കർത്താവ് തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആദ്യനും അന്തിനുമായവൻ, ആദ്യനും അന്തിനുമായവൻ. ലോകത്തെ ചില സമൂഹങ്ങള് സൃഷ്ടിയാണ് യേശു എന്ന് വരുത്താൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ സമൂഹങ്ങളുണ്ട്. ഒരു ദൂതനാണെന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കിയ സമൂഹങ്ങളുണ്ട്. എല്ലാ പ്രയത്നത്തിന്റെ പിന്നിലും ദുഷ്ടപിശാചിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, യേശു കർത്താവിന്റെ മഹത്വം ഒന്ന് കുറച്ച് കാണിച്ചാൽ നാം രക്ഷയ്ക്കായി അവനെ ആശ്രയിക്കാതിരിക്കും. ഒന്നുകൂടെ പറയട്ടെ, അവന്റെ മഹത്വം ഒന്നും കുറച്ച് കാണിച്ചാൽ രക്ഷയ്ക്കായി മനുഷ്യൻ കർത്താവിനെ ആശ്രയിക്കാതിരിക്കും. ഇത് മതി പിശാചിന്. എന്നാൽ യേശു കർത്താവിന്റെ രാത്രി നമ്മോട് വന്ന് പറയുകയാണ്, ഞാൻ ആദ്യനും അന്തിനുമാ. പഴയ നിയമത്തിൽ ഹല്ലേലൂയ വചനം നൽകിയ ഉടയവനാകുന്ന ദൈവം, ഹല്ലേലൂയ, അവൻ തന്നെ പറയുകയാണ് ആദ്യനും അന്തിനുമാ. നമ്മുടെ വിശ്വാസം അതുകൊണ്ടാണ് യേശു കർത്താവ് വെളിപ്പെടുത്തിനകത്ത് നമ്മൾ അങ്ങ് അതുപോലെ വിശ്വസിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിഏക ദൈവ വിശ്വാസം യേശു വെളിപ്പെടുത്തി തന്നു. അത് മറ്റാരുമല്ല വെളിപ്പെടുത്തിയത്. അവനവന്റെ ജീവിതം കൊണ്ട് സീൽ ചെയ്ത് മരണ പുനരുദ്ധാനങ്ങൾ കൊണ്ട് അടിവരയിട്ട് നൽകിയ ആ അതിമഹത്തായ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാൻ ആര് വന്നാലും നാം സമ്മതിക്കുന്നില്ല. കാരണം ഇതുപോലെ തന്റെ ജീവിതം കൊണ്ട് അടിവരയിട്ട മറ്റൊരു വ്യക്തിത്വം ഇല്ലല്ലോ. മറ്റൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ വാക്ക് കേൾക്കാമായിരുന്നു. ജീവിതം കൊണ്ട് മരണം കൊണ്ട് ഉദ്ധാനം കൊണ്ട് അടിവരയിട്ട കർത്താവ് നമുക്ക് തന്ന വെളിപ്പാട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന വെളിപ്പാട്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ വെളിപ്പെട്ട കർത്താവ് തന്നെ ഇവിടെയും വെളിപ്പെടുകയാണ്. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, പഴയ നിയമത്തിൽ പിതാവും പുതിയ നിയമത്തിൽ പുത്രനുമാണ് വെളിപ്പെട്ടതെന്ന്. അങ്ങനെയല്ല, ത്രിഏക ദൈവമാണ്. ഹല്ലേലൂയ, ത്രിഏക ദൈവ വിശ്വാസം. ആ ഭാഗം അങ്ങോട്ട് തിയോളജി പോകുന്നില്ല, വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. 2 കാര്യങ്ങൾ അവിടെ വേഗത്തിൽ ഓർപ്പിക്കാനുണ്ട്. അതിനുശേഷം പറഞ്ഞ എല്ലാ സഭകളോടും പറയുകയാണ്, ഞാൻ അറിയുന്നു. ശ്രദ്ധിക്കണമേ. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യരുടെ ഏറ്റവും വലിയ വേദനയായിട്ട് അവര് പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ്, എന്നെ അറിയാൻ ആരുമില്ലല്ലോ. വളരെ ലളിതമായ സന്ദേശമാണ്. എന്നാൽ നമുക്ക് വീണ്ടും വീണ്ടും യേശു കർത്താവ് നമ്മോട് പറയേണ്ടി വരുന്നു, ഇത് ഞാൻ നിന്നെ അറിയുന്ന ദൈവമാ. ഹല്ലേലൂയ. സ്മിർനയിലെ സഭയ്ക്ക് ഇത് ഏറ്റവും അനിവാര്യമായ ഒരു സന്ദേശമായിരുന്നു. സ്മിർനയിലെ സഭ താഴേക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, അവര് കടന്നു പോകുന്നത് ഏറ്റവും ഭീകരമായ പീഡയിലൂടെ അവിടെ കടന്നു പോവുകയാണ്. ഡൊമീഷ്യന്റെ കാലയളവില് പീഡയിലൂടെ കടന്നു പോവുകയാണ്. അവിടെ കർത്താവ് പറയുക, ഞാൻ നിന്നെ അറിയുന്നു എന്നുള്ളതാണ് അവിടുത്തെ വലിയ സന്ദേശം. ഞാൻ നിങ്ങളെ അറിയുന്നു. അറിയുന്നത് എന്തൊക്കെയാ അറിയുന്നത്? വേഗം ശ്രദ്ധിക്കാം. ഞാൻ നിന്റെ കഷ്ടതയും നിന്റെ ദാരിദ്ര്യവും നിന്നെ ദുഷിക്കുന്ന ദൂഷണവും അറിയുന്നു. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ. അവിടെ 1-2 ദൂത് പറഞ്ഞ് ഞാൻ വേഗം മുന്നോട്ട് പോകാം. ജീവിതത്തിൽ കഷ്ടത വരുമ്പോഴാണ് നമുക്ക് വലിയ ദുഃഖമുണ്ടാകുന്നത്. കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് പെട്ടെന്ന് അവന്റെ കഷ്ടത മറ്റെല്ലാം അവനെ മറക്കുവാനിടയായി തീരും. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് വളരെ പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകണം, ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ദൈവം അവരെ പല സ്ഥലങ്ങളിലേക്ക് കടത്തി വിട്ടു, ദൈവം കൊണ്ടുപോയി. എന്നാൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്ത് ചെയ്തതുകൊണ്ട് അവരുടെ കഷ്ടത അവസാനിച്ചോ? ഇല്ല. ഒരു നിലയിലുള്ള കഷ്ടത അവസാനിച്ചു കാണും, ഒരു പക്ഷേ സാമ്പത്തികമായ കഷ്ടത അവസാനിച്ചു കാണും. എന്നാൽ ഇതരമായ മേഖലയിലെ കഷ്ടത അവസാനിക്കണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കഷ്ടമുണ്ട്. എന്നാൽ കഷ്ടതയിൽ എന്ത് ചെയ്യണം? മുൻപോട്ടുള്ള ഭാഗത്ത് കർത്താവ് നമ്മോട് സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ ഓർപ്പിക്കും. കർത്താവ് പറയുകയാണ്, ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സമയം വേഗത്തിൽ പോകുന്നുണ്ട്, പെട്ടെന്ന് മുൻപോട്ട് പോവുകയാണ്. ഇത് രാത്രി എന്നെ കേൾക്കുന്ന ആ ദൈവജനത്തോട് സ്വർഗത്തിലെ ദൈവം അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കഷ്ടത അറിയുന്നു, നിങ്ങളുടെ ബുദ്ധിമുട്ട് അറിയുന്നു, ദൂഷണം അറിയുന്നു. ഞാൻ ചിലപ്പോൾ ഓർക്കും, ഈ ദൂഷണമാണ് ഏറ്റവും പ്രയാസം ഉൾക്കൊള്ളുവാൻ ഏറ്റവും പ്രയാസമുള്ള മേഖല ആ മേഖലയാണ്. ഇവരുടെ ദാരിദ്ര്യവും കഷ്ടതയും നമ്മുടെ ദാരിദ്ര്യവും കഷ്ടതയും പോലെ അല്ലായിരുന്നു സ്മിർനയിലെ സഭയുടെ കഷ്ടത. അവിടുത്തെ ചരിത്ര പശ്ചാത്തലം, ആ കാലത്ത് ക്രൈസ്തവ വിശ്വാസം ഇല്ലീഗലായിരുന്നു. അങ്ങനെ ഇല്ലീഗലായതുകൊണ്ട് അന്ന് അവര് ആഹാര വസ്തുക്കൾ അവരവരുടെ
ജാതീയ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അർപ്പിച്ചതിന് ശേഷമേ അവർ വിൽക്കത്തുള്ളൂ. അങ്ങനെ അർപ്പിച്ച ആഹാരം വാങ്ങാൻ ചെല്ലുമ്പോൾ അവർ പറയണം, സ്മിർന ഒരു വലിയ പട്ടണമായിരുന്നു, എഫേസോസ് പോലെ തന്നെ വലിയൊരു പട്ടണമായിരുന്നു സ്മിർന. റോമൻ കോളനി ആയിരുന്നു. അവിടെയാണ് എംപറർ വർഷിപ്പ് ആരംഭിച്ചത്, ചക്രവർത്തിയെ ആരാധിക്കുന്നത് ടൈബേരിയസിന്റെ കാലം മുതലുള്ള ചക്രവർത്തി ആരാധന, റോമൻ ചക്രവർത്തിയെ ആരാധിക്കുന്ന പ്രോഗ്രാം അവിടെ ആരംഭിച്ചത്. അതത് സമയത്ത് ജീവിച്ചിരിക്കുന്ന ചക്രവർത്തി കർത്താവാണെന്ന് പറയണം ഒരു വാക്ക്. വിശേഷിച്ചും ചന്തസ്ഥലങ്ങളിൽ ജോലി ചെയ്യണമെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഇൻസെൻസില് ഒരു നുള്ളെങ്കിലും എടുത്തിട്ട് അവരൊന്ന് അർപ്പിക്കണം. ഒരു നുള്ള് അവരുടെ ഇൻസെൻസ് ഹോമവസ്തു എടുത്തിട്ട് ഒന്ന് അവരുടെ ദേവന് അർപ്പിച്ചിട്ട് പറയണം, സീസർ ഈസ് ലോർഡ്, സീസറാണ് കർത്താവ് എന്ന് പറയണം. ഇത്രയേ ഉള്ളൂ. കൊച്ചു കാര്യമാ, വളരെ കൊച്ചു കാര്യമാ. പഴയത്തെ ഒരു ലേഖനത്തിനകത്ത് ജാതീയനായ ഒരു ഭരണാധികാരി ക്രൈസ്തവരെ കുറിച്ച് ഇങ്ങനെ എഴുതി, ഈ ചെറിയ കാര്യമാണ് ഈ ക്രൈസ്തവർ ചെയ്യാത്തത്. സ്മിർനയിലുള്ള ഈ ക്രൈസ്തവർ ഈ കൊച്ചു കാര്യം ചെയ്യാൻ മടിയാ. കൊച്ചു കാര്യമല്ലേ ഇത്, വളരെ ചെറിയ കാര്യം, ഈ ചെറിയ കാര്യം അവർ ചെയ്യുന്നില്ല എന്ന് അവന്റെ മേലുള്ള അധികാരികൾക്ക് എഴുതി അയക്കുകയാണ്. ചന്തസ്ഥലത്ത് ജോലിക്ക് നിൽക്കുന്നവർ ക്രൈസ്തവരും ജോലിക്ക് വരുമ്പോൾ ഈ കൂട്ടര് ഈ ഇൻസെൻസ് അല്പം എടുത്തിട്ട് ഈ ഹോമവസ്തു അല്ല ഒരു പിഞ്ച് ചുള്ളി എടുത്തിട്ട് ഒന്ന് സീസർ ഈസ് ലോർഡ് എന്ന് പറയുവാൻ ഇവർ തയ്യാറല്ല. അപ്പോൾ മേളിൽ നിന്ന് ഓർഡർ ഉണ്ടായി അവരെ പീഡിപ്പിക്കുവാൻ, പേഴ്സിക്യൂട്ട് ചെയ്യുവാൻ. അപ്പോൾ സ്മിർനയിലെ സഭയിൽ എംപറർ വർഷിപ്പ് ആരംഭിച്ച പട്ടണം, അവിടെ സീസർ ഈസ് ലോർഡ് എന്ന് പറയാത്ത സമൂഹത്തിന് തൊഴിലില്ല. അവർക്ക് ജോലി ആരും കൊടുക്കത്തില്ല, അവർക്ക് ആഹാരം ആരും വിൽക്കത്തില്ല. അങ്ങനെ കഷ്ടത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതിന് അപ്പുറമുള്ള കഷ്ടത, പീഡ. ക്രിസ്തു നിമിത്തം ക്രൈസ്തവർക്ക് ഒരു ലോഡേ ഉള്ളൂ. ഇന്നത്തെ കാലത്തെ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഇപ്പൊ ജോലിക്ക് വേണ്ടി ഇതൊന്ന് സീസർ ഈസ് ലോർഡ് എന്ന് പറഞ്ഞിട്ട്, കർത്താവ് കരുണയുള്ളവനല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് മാറി നിന്ന് ജീസസ് ലോർഡ് എന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി എന്നൊന്നും അവർ തീരുമാനിച്ചില്ല. അവർക്കൊരു തീരുമാനമുണ്ടായിരുന്നു, ജീസസ് ഈസ് ലോർഡ്, യേശു മാത്രം കർത്താവ്, യേശു മാത്രം കർത്താവ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജീവിതത്തിന്റെ പ്രത്യേക അവസ്ഥകളിൽ യേശു മാത്രം കർത്താവ് എന്നത് എല്ലാ ജീവിത സാഹചര്യങ്ങളിലും മുറുകെ പിടിക്കുന്ന സ്മിർനയിലെ സഭയെ പോലെ എന്റെ നിങ്ങളുടെ ജീവിതമായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ ഓർപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തില് കോംപ്രമൈസസ്, റൺ അവേ ഫ്രം കോംപ്രമൈസസ്. എല്ലാവിധമായ ഈ ലോകത്തിന്റെ സ്വാധീനങ്ങളിലും പെട്ടിട്ട് നമ്മുടെ വിശ്വാസ പ്രമാണത്തിനകത്ത് ഒരു നുള്ള ഇൻസെൻസ് എടുത്ത് അർപ്പിക്കുവാൻ, സീസർ ഈസ് ലോർഡ് എന്ന് പറയാൻ പോയാൽ ഹല്ലേലൂയ, സ്മിർനയിലെ സഭയാകത്തില്ല, നിലനിൽക്കുന്ന സഭയാകത്തില്ല. ഹല്ലേലൂയ, കർത്താവ് മാനസാന്തരപ്പെടണമെന്ന് പറയാത്ത സഭയാകത്തില്ല. അങ്ങനെയുള്ള സഭയാകണമെങ്കിൽ ഹല്ലേലൂയ, യേശു മാത്രം കർത്താവ്, സീസർ ഈസ് ലോർഡ് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അത് അവരുടെ കഷ്ടത, നമ്മുടെ കഷ്ടത പോലെയല്ല. കർത്താവ് പറയുകയാണ്, നിന്റെ കഷ്ടത എനിക്കറിയാം, നീ കടന്നു പോകുന്ന അവസ്ഥ എനിക്കറിയാം. സ്മിർനയിലെ സഭയോട് പറയുക, എനിക്കറിയാം. ദാരിദ്ര്യം അറിയാം, അവർക്ക് പട്ടിണിയാ, ആഹാരത്തിന് വകയില്ല, കാരണം തൊഴിലില്ല, ആഹാര സാധനങ്ങൾ കൊള്ളുവാൻ അവർക്ക് സാധിക്കത്തില്ല. അങ്ങനെയുള്ള പ്രതികൂലങ്ങൾ യേശു നിമിത്തമുള്ള പീഡയാണ് സ്മിർനയിലെ സഭ അനുഭവിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, യേശു നിമിത്തമുള്ള സാക്ഷ്യമായി നിൽക്കുന്നത് കൊണ്ടുള്ള പീഡയുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തില് മുൻപോട്ട് നമുക്ക് ആ ഭാഗം കാണാം. പിശാച് നമ്മൾക്ക് ഇന്ന് സുവിശേഷ നിമിത്തമുള്ള പീഡയില്ലെങ്കിൽ, ഞാൻ സുവിശേഷ നിമിത്തം ഒത്തിരി ദോഷം അനുഭവിച്ചിട്ടുണ്ട്. പല പൊതുസ്ഥലങ്ങളിൽ, വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, കർണാടകയുടെ ചില സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ വളരെ അധികം ഇതുപോലുള്ള ദൂഷണവും ഭീഷണിയും ഉപദ്രവവും ഒക്കെ ഏറ്റിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 10 വർഷം വടക്കേന്ത്യയിലെ പല ഭാഗങ്ങളിലെ ഗ്രാമീണ സുവിശേഷീകരണമായിരുന്നു എൻ്റെ ജീവിതത്തില്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്നുള്ള സന്തോഷം ചിലപ്പോൾ ഇന്ന് കാണണമെന്നില്ല. ഏറ്റവും അധികം സുവിശേഷ നിമിത്തം പീഡ അനുഭവിക്കുമ്പോൾ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ബലം ദൈവം നൽകും, കർത്താവ് നൽകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവമാണ് നമ്മുടെ കർത്താവ്. ഇന്നും അവൻ ജീവിക്കുന്നു. ഞാൻ പറയുകയാണ്, എനിക്കറിയാം. ഇന്ന് രാത്രി ഒന്ന് ദൈവജനത്തെ ഓർപ്പിക്കട്ടെ, ഇന്ന് നാം കടന്നു പോകുന്ന പീഡകള് എന്തു തന്നെ ആയാലും
കർത്താവ് നമ്മോട് പറയാനുള്ളത് ഇതാണ് ഞാൻ അറിയുന്നത്. ഇടയ്ക്ക് പറയുന്നുണ്ട്, നീ ധനവാനാകുന്ന താനും സുവിശേഷ നിമിത്തം. അതുകൊണ്ടാണ് അവരോട് മാനസാന്തരപ്പെടാൻ പറയാത്തത്. വചന നിമിത്തം, വിശ്വാസ നിമിത്തം അവർ ധനവാന്മാരാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളിലും ഈ ചിലരെങ്കിലും ധനവാന്മാരുണ്ട് ആത്മീയമായിട്ട്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ ധനവാന്മാരായവർ, അവർക്ക് അവരുടെ വിശ്വാസമാണ് അവരുടെ ധനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനാദിനാഥൻ യേശുവൻ ധനം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ ധനമായി കാണുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു. മൂന്നാമത് ദൂഷണം അറിയുന്നു. ഇവരെ ദൂഷിക്കുന്ന ദൂഷണക്കാരാരാണ്? ഇവരെ ദൂഷിക്കുന്ന ദൂഷണക്കാര് സാത്താന്റെ സഭക്കാരാണ്. ആരാണ്? യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായ ദൂഷണം. ഇവിടെ എഴുതിയിരിക്കുന്നത് യഹൂദന്മാരെ കുറിച്ച് തന്നെ കേട്ടോ. അവരാണ് ഈ ക്രിസ്ത്യാനികൾ ഞങ്ങളിൽ പെട്ടവരല്ല എന്ന് റോമക്കാർക്ക് കാട്ടിക്കൊടുക്കുന്നവർ. ഇവര് ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്ന് കാട്ടിക്കൊടുക്കുന്ന പണിയായിരുന്നു അന്നത്തെ യഹൂദന്മാർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് യഹൂദന്മാരെ കുറിച്ച് തന്നെയാണ് കർത്താവിന്റെ ജനത്തെ കാട്ടിക്കൊടുക്കുന്ന, അല്ലെങ്കിൽ കർത്താവിന്റെ ജനത്തെ ദുഷിക്കുന്ന സമൂഹത്തെ സാത്താന്റെ പള്ളിക്കാരായവർ എന്ന് ഇവിടെ കർത്താവായ യേശു വിളിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വ്യവസ്ഥകളെ തിരിച്ചറിയാൻ കഴിയാതെ, ദൈവിക പദ്ധതികളിലെ കാണാൻ കഴിയാതെ, ഞാൻ ഇന്ന് രാവിലെ വചന ശുശ്രൂഷയ്ക്ക് റീജിയൻ മീറ്റിങ്ങിനകത്ത് ഇംഗ്ലീഷ് സെഷനിൽ അല്പസമയം കർത്തൃമേശയെ കുറിച്ച് ക്ലാസ് എടുക്കണമായിരുന്നു. അതിന് മുമ്പായിട്ട് ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ദൈവാത്മാ തന്ന ഒരു കാര്യം ഇതാ: യേശുവിനെക്കാട്ടി വലുതാണോ നമ്മുടെ ഡിനോമിനേഷൻ? യേശു കർത്താവിനെക്കാട്ടി വലുതാണോ നമ്മുടെ സഭകൾ? യേശുവിനെക്കാട്ടി വലുതാണോ നമ്മുടെ സംസ്കാരം? യേശുവിനെക്കാട്ടി വലുതാണോ നമ്മുടെ പരിചയിച്ച കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമ്മൾ യേശുവിനെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് കയറി പറഞ്ഞെന്ന് മാത്രം. യേശുവിനെ അറിയുന്നെങ്കിൽ യേശുവിന്റെ മേളിലാകരുത് മറ്റൊന്നും. സ്മിർനയിലെ സഭയ്ക്ക് യേശുവിന്റെ മേളിലല്ലായിരുന്നു ഒന്നും. എന്നാൽ യഹൂദന്മാർ ഇവരെ ദുഷിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ദുഷിച്ചു. ഫിലിപ്പിൽ ലേഖനം 3:3 പറയുന്നുണ്ട്, ആരാണ് യഥാർത്ഥ യഹൂദൻ? അവിടെ പറയുന്നത് നാമല്ലോ യഹൂദന്മാർ, അല്ലെങ്കിൽ ഇസ്രായേൽ. ഹല്ലേലൂയ. ഈ കാലയളവിൽ, കൃപായുഗത്തിൽ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ യഹൂദനാകട്ടെ യവനനാകട്ടെ രക്ഷയ്ക്ക് മാർഗമില്ല, മറ്റൊരു മാർഗമില്ല. There is no plan B. There's only one plan. That is Jesus. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശു ഉറക്കെ നമ്മോട് പറഞ്ഞു. സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണം അറിയുന്നു. ദൂഷണം ചിലപ്പോഴൊക്കെ ക്രൈസ്തവരെന്ന് അറിയപ്പെടുന്നവരായിരിക്കാം മറ്റുള്ളവരെ ദുഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം വേണം. യേശുവിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു സമൂഹത്തെയും നാം ദുഷിക്കാൻ പോകരുത്. അങ്ങനെ ദുഷിക്കാൻ പോയാൽ നമ്മളും സാത്താന്റെ പള്ളിക്കാരായി പോകുമോ? സൂക്ഷിക്കണം. അങ്ങനെ ഉണ്ടാകരുത്. ഒരു ദൂത വേഗത്ത് പറയട്ടെ, 10-ാം വാക്യത്തിന്റെ ആരംഭം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് ഓർപ്പിക്കാനുള്ളത് ഒറ്റ കാര്യമാണ്: ലോകം കീഴ്മേൽ മറിഞ്ഞാലും ഒത്തിരി പേര് ഇങ്ങനെ കാത്തിരിക്കുക, 3-ാം ലോകം മഹായുദ്ധം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുക. ചില പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ തോന്നും ഇദ്ദേഹത്തിന് പ്രത്യേകം വെളിപ്പാട് കിട്ടി, ഇന്ന് 3-ാം ലോക യുദ്ധം ആരംഭിച്ചു എന്ന് പ്രത്യേക വെളിപ്പാട് കിട്ടിയെന്നങ്ങ് തോന്നിപ്പോകും. അങ്ങനെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന പ്രസംഗങ്ങളുണ്ട്. എന്നാൽ കർത്താവ് ഇന്ന് രാത്രി ദൈവജനത്തോട് പറഞ്ഞത്, വാർത്തകൾ കേട്ടും ആരുടെയെങ്കിലും പ്രഭാഷണം കേട്ടും ഒന്നും നീ പേടിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. പേടിക്കണ്ട, ഭയപ്പെടേണ്ട. ഇവിടെ പറയുകയാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. സ്മിർനയിലെ സഭ ഏറ്റവും ദുരിതത്തിലൂടെ കടന്നു പോവുകയാണ്. സ്മിർനയിലെ സഭ ഏറ്റവും പ്രതികൂലത്തിലൂടെ കടന്നു പോവുകയാണ്. അവർ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോവുകയാണ്, പീഡയിലൂടെ കടന്നു പോവുകയാണ്. ആ പീഡയെ കർത്താവ് വന്നിട്ട് പറയുകയാണ്, അവർക്ക് എഴുതി കൊടുക്കുകയാണ്. അവർക്ക് എന്നും വായിക്കാൻ തക്കവണ്ണം എഴുതി കൊടുക്കുകയാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. ഒന്ന് അവരോട് പറഞ്ഞ് എന്റെ കർത്താവിനോട് പറയുകയാണ്, നീ സഹിക്കാനുള്ളത് പേടിക്കേണ്ടെന്ന് ഒന്ന് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. എന്റെ കർത്താവ് എനിക്ക് ദൂത് പറഞ്ഞു തരികയാണ്, ഞാൻ നാളെ ഓർത്ത് പേടിക്കേണ്ട, സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. അത് ഏത് നിലയിലായാലും. ചിലപ്പോൾ ഈ ലോകത്ത് രോഗങ്ങളായിരിക്കാം. എൻ്റെ 2ാമത്തെ സഹോദരി ക്യാൻസറിനാൽ ഭാരപ്പെട്ട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 3 മാസം താമസിച്ചു പോയി അറിഞ്ഞത്, 4th സ്റ്റേജിൽ അറിഞ്ഞത്. അതേ നിലയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ജെയ്സൺ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മാതാവിനും ഇതേ രോഗം കണ്ടുപിടിച്ചു. ലിവറിന് തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസത്തിലേക്ക് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. രോഗമാകാം, പ്രതികൂലമാകാം, ബുദ്ധിമുട്ടുകളാകാം, ദൂഷണമാകാം, ലോകത്തെ ഏതുവിധമായ പ്രതിസന്ധികളുമാകാം. എന്നാൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന്
നമ്മുടെ ജീവദായകനായ യേശുവിന് ആദ്യനും അന്ത്യനുമാണ്, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുന്നു എന്ന് പറയുന്ന വെളിപ്പാടുകളുടെ അധികാരികതയാകുന്ന നാം സേവിക്കുന്ന ജീവദായകന് ഒരു ദൂത് പറയാനുണ്ട് നമ്മോട്. നീ സഹിപ്പാനുള്ളത് നീ ഭയപ്പെടണ്ട, പേടിക്കണ്ട. കാരണം ഇതിന്റെ മേൽ എനിക്ക് അധികാരമുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയുമാ, ഞാൻ ആദ്യനും അന്ത്യനുമാ, എനിക്ക് ഇതിന്റെ മേൽ കർത്തൃത്വമുണ്ട്. നിങ്ങൾ എന്നെ കർത്താവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ, ജീസസ് ഇസ് ലോർഡ് എന്നാണ് നിന്റെ പ്രഖ്യാപനമെങ്കിൽ, സ്മിർനയിലെ സഭ പോലെ സീസർ അല്ല കർത്താവ്, യേശുവാണ് കർത്താവ് എന്ന് പറയുന്ന ദൈവപദത്തിനോട് പറയുകയാണ്, നീ സഹിപ്പാനുള്ളത് ഭയപ്പെടണ്ട. ഭയത്തിന്റെ ആക്രമണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ചിലപ്പോഴൊക്കെ തോറ്റു പോവുകയോ എന്നുള്ള ഭയം നമ്മെ ബാധിക്കാം. തോൽവിയുടെ ഭയം ഉണ്ടാകാം. ചിലപ്പോഴൊക്കെ എന്നെ ചിലപ്പോൾ ഓർക്കും, അയ്യോ വേണ്ട പോലെ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, ആഗ്രഹിക്കുന്ന 10 കാര്യത്തിൽ 2 കാര്യം ചെയ്യാൻ സാധിക്കുന്നുള്ളല്ലോ, 10 കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ 2 ചെയ്യാൻ കഴിയുന്നുള്ളല്ലോ എന്നോർത്ത് ഭാരപ്പെടാറുണ്ട്. കർത്താവ് പറയാണ്, സഹിപ്പാനുള്ളത് ഭയപ്പെടണ്ട, പേടിക്കണ്ട. കാരണം എനിക്ക് ഇതിന്റെ മേൽ അധികാരമുണ്ട്. ഞാൻ ആദ്യനും അന്ത്യനുമാണ്. അതിനുശേഷം പറയുകയാണ്, പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. ശ്രദ്ധിക്കണമേ, ആ പ്രയോഗം ശ്രദ്ധിക്കണമേ. അവിടെ ഒരു ദൂതുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ധാരണ ദൈവമാണ് നമ്മളെ പരീക്ഷിക്കുന്നത്. ഞാനിവിടെ പറയുകയാണ്, പരീക്ഷയുടെ റിസൾട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആത്മീയ വർധനയായി ഭവിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ഉപദ്രവമെല്ലാം ചെയ്യുന്നത് ദുഷ്ടനായ പിശാചാണ്. മറക്കരുത്, ശ്രദ്ധിക്കണമേ. യോബിനോട് കർത്താവല്ല അവനെ ഉപദ്രവിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധി ചെന്നിട്ട് അനുവാദം ചോദിച്ചിട്ട് ഇത് ചെയ്യുന്നത് മുഴുവൻ ദുഷ്ടനായ പിശാചാണ്, ശത്രുവായ പിശാചാണ് ഇത് ചെയ്യുന്നത്. ഇതിനകത്തില് ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് പറയട്ടെ, നമ്മുടെ പീഡകൻ എന്ന് പറയുന്നത് ശത്രുവായ പിശാചാണ്, നമ്മെ ഉപദ്രവിക്കുന്നത് ശത്രുവായ പിശാചാണ്. കർത്താവ് പറയുകയാണ്, ഇത് ജസ്റ്റ് അവന്റെ ടെംപ്റ്റേഷൻ ആണെങ്കിൽ ഞാൻ അതിനെ ടെസ്റ്റ് ആക്കി മാറ്റി നിന്നെ ജയാളിയാക്കും. നീ സഹിപ്പാനുള്ളത് ഭയപ്പെടേണ്ട. ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. സ്മൃതിയിലെ സഭയോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ അതികഠിനമായ പീഡയിലൂടെ കടന്നു പോവുകയാണ്. പക്ഷെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ചിലർക്ക് ഇനി ഇത് കൂടാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ത്രിസിസ് എന്ന പദമാണ്, പീഡയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് അത് കൂടുന്നതിന് പറയുന്നത് മെഗാലെ ത്രിസിസ്, ഗ്രീക്ക് പദങ്ങളാ, പേടിക്കേണ്ട. ഇന്റൻസ് പെർസിക്യൂഷന്റെ പീഡയുടെ ഇന്റൻസിഫിക്കേഷൻ, ഇതിനെ കൂടുകയാണ്. സ്മിർനയിലെ സഭയോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ തന്നെ പീഡയിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ആ പീഡ കുറയാനല്ല പോകുന്നത്, ആ പീഡ കൂടാൻ പോവുകയാണ്. ഇന്നത്തെ മനുഷ്യന്റെ പ്രതീക്ഷ, ലോക മനുഷ്യന്റെ ആഗ്രഹം, എന്റെ നേതാവ് വന്നാൽ എല്ലാ പ്രശ്നവും മാറി പർദീസ ഇവിടെ വരുമെന്ന. അങ്ങനെയാ പലരുടെയും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആൾക്കാരെ അഡ്വൈസ് ചെയ്യുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നതിന് പകരം ഒരു പൊളിറ്റിക്കൽ ലീഡറിൽ ആശ്രയിക്കരുത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നന്മയൊന്നും ഉള്ളതല്ല. നന്മയുണ്ടെന്നൊക്കെ നമ്മൾക്ക് തോന്നുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അനേകരുടെയും ആശ്രയം വിശ്വാസവും അവരുടെ നേതാവില. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ആശ്രയം അവിടെ ആകരുത്. നിങ്ങളുടെ പ്രശ്നം കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. ഇന്ന് രാത്രിയിലും ദേവൽമാന്റെ ഉള്ളിൽ പറയുകയാണ്, ഈ ലോകത്ത് ദൈവമക്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കൂടാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം, കുറയത്തില്ല. സ്മിർനയിലെ സഭയോട് പറഞ്ഞ ദൂത് പോലെ തന്നെ സഭയോട് കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾക്ക് പരീക്ഷ ഇനിയും ഉണ്ടാകും. നിങ്ങൾ ചിലരെ പിശാച് പലവിധമായ ഉപദ്രവങ്ങളിലൂടെ കടത്തിവിടും. കർത്താവ് അനുവദിക്കുന്നു. പക്ഷെ പിശാച് അത് ചെയ്യുന്നു. അതിനുശേഷം പറയാണ്, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. വീണ്ടും പറയുകയാണ്, ഉപദ്രവത്തിൽ കൂടെ കടന്നു പോകുന്നവരോട് പറയുകയാണ്, 10 ദിവസം നിങ്ങൾക്ക് വീണ്ടും ഉപദ്രവം ഉണ്ടാകും. ഈ 10 ദിവസം എന്നുള്ളതിനെ കുറിച്ച് ഒത്തിരി വ്യാഖ്യാനമുണ്ട്. അതെല്ലാം പറയുന്ന രാത്രി സമയമില്ല. 10 റോമൻ പെർസിക്യൂഷനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നവരുണ്ട്. അത് ചരിത്രപരമായി 100% ചേർന്ന് വരുന്നില്ല. മറ്റു ചിലർ പറയുന്നുണ്ട് അവർക്ക് 10 അശരീക ദിവസം എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഏറ്റവും നല്ല ചിന്ത, ഇറ്റ് ഈസ് ലിമിറ്റഡ്. നിങ്ങളുടെ പീഡ ലിമിറ്റഡ് ആണ്. 10 ദിവസം എന്ന് പറയുന്ന പോലെ ലിമിറ്റഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഫോർ എവർ. ഈ ഉപദ്രവം ദൈവം യോബിന് കൊടുത്തത് എന്നേക്കുമല്ല. പിശാചിന് ദൈവജനത്തെ ക്ലേശിപ്പിക്കാൻ ദൈവം അനുവദിച്ചെങ്കിൽ അതിന് ക്ലിപ്തതയുണ്ട്. അത് അൺഎൻഡിങ് അല്ല, അത് എന്നേക്ക് നിൽക്കത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ ഓർപ്പിക്കട്ടെ, പ്രതികൂലങ്ങളോട് കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അത് കൂടി വരും. പരീക്ഷ, തടവ്, ഉപദ്രവം,
കൂടി വരും. എന്നാൽ കർത്താവ് ഇന്ന് രാത്രി നമ്മോട് പറയുന്നത് that is not forever. അത് എന്നത്തേക്കുമുള്ള ഉപദ്രവമല്ല. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അതിന് സമാപ്തിയും അവൻ തന്നെ കൽപ്പിക്കും. ശത്രുവായ പിശാചിനോട് ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞു, അവന്റെ ജീവനെ നീ തുടരുത്. ദൈവത്തിന് സ്തോത്രം. അതിന് അറുതി വരുത്തിയിട്ട് ഇയ്യോബിന് പിന്നെ ഒരു ശ്രേഷ്ഠമേറിയ കാലം നൽകിയവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ക്ലിപ്തതയുണ്ട്. ഇന്ന് കടന്നു പോകുന്നത് വലിയ പരീക്ഷയാണോ, വലിയ വേദനയാണോ? ദൈവമായ കർത്താവ് പറയുകയാണ്, ഇറ്റ് വിൽ ബി ഫോർ എ പീരിയഡ്. ഇറ്റ് വിൽ ബി ഫോർ എ പീരിയഡ് that will not last forever. എന്നേക്കും അത് നിൽക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ഗൗരവമുള്ള ദൂത് പറയാനുള്ളത് കൊണ്ട് വേഗത്തിൽ മുൻപോട്ട് പോകുന്നു. അവിടെ നമ്മോട് കർത്താവ് പറയുന്ന ഒരു ദൂത് ഇങ്ങനെയാണ്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. സ്മരണയിലെ സഭയോട് പറയുന്നില്ല നീ മാനസാന്തരപ്പെടാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇപ്പോൾ ഇരിക്കുന്ന ആ വിശ്വസ്തതയുടെ അവസ്ഥയുണ്ടല്ലോ, അതിൽ നീ കുറഞ്ഞു പോകരുത്, വീണു പോകരുത്. 10 ദിവസത്തെ ഉപദ്രവം ഉണ്ടാകും, നിങ്ങൾ ചിലരെ തടവിലാക്കും, പരീക്ഷ ഉണ്ടാകും, പക്ഷേ നിങ്ങളുടെ വിശ്വസ്തതയ്ക്ക് കുറവുണ്ടാകരുത്. ഈ കാലഘട്ടത്തിലെ ദൈവമക്കളോട് സ്വർഗത്തിലെ ദൈവത്തിന് ഇറങ്ങി വന്നിട്ട് പറയാൻ ഒരു ദൂത് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഘനമേറിയ ദൂത് വിശ്വസ്തരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ചെറുതിലും വലുതിലും വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടായെങ്കിൽ ദൈവസന്നിധി ക്രമീകരിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തില് ബന്ധങ്ങളിലുള്ളതാണോ നമ്മുടെ കുറവുകള്? സാമ്പത്തിക മേഖലയിലാണോ കുറവുകള്? ഇത് രാത്രി കർത്താവിന്റെ സന്നിധി, കർത്താവേ, എന്റെ ജീവിതത്തില് വിശ്വസ്തതയുടെ മേഖലയില് കുറവുണ്ടായി, പരാജയമുണ്ടായി. രാത്രി ദൈവാത്മാവിന്റെ ദൂത് ഞാൻ കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എനിക്ക് ചെവിയുണ്ട്, ഞാൻ കേൾക്കുന്നു. എന്റെ ഹൃദയത്തിൽ ഞാൻ ഇത് ഏറ്റെടുക്കുകയാണ്. കർത്താവേ, നീ പറഞ്ഞെനിക്ക് കേൾക്കാം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. ഈ ലോകത്ത് ഉപദ്രവ നിമിത്തം മരണപ്പെടേണ്ടി വന്നാലും. അതുകൊണ്ടല്ലേ ക്രൈസ്തവ സഭയ്ക്ക് മാത്രം ഇത്രമാത്രം രക്തസാക്ഷികൾ ഉണ്ടായത്. പോളികാർപ്പ് എന്ന് പറയുന്ന ആ ഭക്തൻ ജീവിച്ച സ്ഥലമാണ് ഈ സ്മരണ. ഈ ലേഖനം എഴുതിയിട്ട് 30-40 വർഷം കഴിഞ്ഞപ്പോൾ പോളികാർപ്പ് എന്ന് പറയുന്ന ആ സഭയുടെ ദൂതൻ, അദ്ദേഹം തന്നെ ആയിരുന്നു ഈ കത്ത് ആദ്യം ലഭിക്കുമ്പോൾ അവിടുത്തെ ദൂതൻ, മെസ്സഞ്ചർ എന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ പ്രായം വെച്ച് നോക്കിയാൽ അദ്ദേഹം തന്നെ ആയിരിക്കാം. ഈ ലേഖനം ഹൃദയത്തിൽ സ്വീകരിച്ച പോളികാർപ്പിനെ ഈ പറയുന്ന ഉപദ്രവ പ്രകാരം, ഇവിടെ പറയുന്നത് പോലെ തന്നെ ഉപദ്രവത്തിനായിട്ട് അവനെ കൊല്ലുവാനായിട്ട് കൊണ്ടുപോയി. സ്മിർനയിലെ സഭയുടെ ദൂതനായിരുന്ന പോളികാർപ്പ്, സ്മിർനയിലെ സഭയിൽ നിന്നുള്ള പോളികാർപ്പ്, ആ പോളികാർപ്പിനോട് പറഞ്ഞു, ഇത്ര ചെയ്താൽ പോരെ? ഒരു പിഞ്ച് ഇൻസെൻസ് എടുത്തിട്ട് സീസറീസ് ലോഡെന്നൊക്കെ പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. പോളികാർപ്പ് പറഞ്ഞു, എന്റെ കർത്താവ് ഒരാളെ ഉള്ളൂ, അവനെ ഞാൻ മറക്കത്തില്ല. എനിക്ക് അവൻ കത്തെഴുതി അയച്ചിട്ടുണ്ട്. അതിനകത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം എന്ന് എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. എന്റെ കർത്താവ് ആ വാക്കകത്ത് കിടക്കുന്നിടത്തോളം കാലം എനിക്ക് സീസറീസ് ലോഡെന്ന് പറയുവാൻ കഴിയത്തില്ല. അപ്പോൾ കാർപ്പ് കൊല്ലപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവമായ കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, നമ്മുടെ വിശ്വസ്തത അങ്ങനെയൊക്കെ ആകുമോ? ഈ കത്ത് സ്മരണയിലെ സഭയ്ക്ക് എഴുതി കൊടുത്തത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിലേക്ക് നമുക്കത് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പോളികാർപ്പിന്റെ സാക്ഷ്യം ഇന്ന് നിലനിൽക്കുന്നു. എന്റെയും ഞങ്ങളുടെ സാക്ഷ്യം അതുപോലെ നിലനിൽക്കണം. മരണപര്യന്തം വിശ്വസ്തൻ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആത്മാസഭകളോട് പറഞ്ഞ എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവരെ 2ാം മരണത്താൽ ദോഷം വരികയില്ല. വേഗം വെളിപ്പാട് പുസ്തകം 20-14-15 വാക്യം ഞാൻ വായിക്കുന്നു. 20-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. 2ാമത്തെ മരണം. പറയുകയാണ്, ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. ഈ ലോകത്തെ 1ാം മരണത്തെ കുറിച്ചാണ് മനുഷ്യന്റെ ഭയം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു വെളിപ്പാട് നമുക്ക് നൽകിയത്, ഈ പുസ്തകം നമുക്ക് നൽകിയത്, വിശേഷിച്ചും വെളിപ്പാട് പുസ്തകം നമുക്ക് നൽകിയത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എഴുതപ്പെടണം. 2ാമത്തെ മരണമാണ് നാം ഭയപ്പെടേണ്ടത്. ദൈവത്തിന്റെ സ്തോത്രം. 1ാം മരണത്തെ കുറിച്ച് കർത്താവ് പറയാണ്, നീ സഹിപ്പാനുള്ളത് ഭയപ്പെടേണ്ട, പേടിക്കേണ്ട. രോഗമായാലും അപകടമായാലും പീഡയായാലും ഇവിടെ നിന്നും അക്കരയ്ക്ക് പോകുവാൻ വഞ്ചി ഏത് നിലയിൽ വന്നാലും എന്നെ അത് ഭയപ്പെടുത്തത്തില്ല. കാരണം അത് എന്നെ നിത്യത്തിലേക്ക് കൊണ്ടുപോകത്തേയുള്ളൂ. എന്നാൽ ഞാൻ ഭയപ്പെടുന്ന ഒരു മരണമുണ്ട്.
രണ്ടാം മരണം. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തോട് ഒരു സുവിശേഷം നമുക്ക് പറയാനുണ്ട്. ആ സുവിശേഷത്തിനകത്ത് ഈ രണ്ടാമത്തെ മരണത്തെ കുറിച്ച് ഈ ലോകത്തെ ഓർപ്പിക്കണം. തീപ്പൊയ്യിലേക്ക് തള്ളിയിടപ്പെടുന്ന ന്യായവിധിയുടെ അന്ത്യന്യായവിധി നാളിൽ നടക്കുന്ന ആ രണ്ടാം മരണം വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, ഹല്ലേലൂയ, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ജയിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് സമയം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഒത്തിരി ഇവിടെ അപ്ലൈ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മരണഭയമുണ്ടോ? കർത്താവ് ഇന്ന് രാത്രി പറയുകയാണ്, നീ പേടിക്കണ്ട, മരണത്തെ ഭയപ്പെടണ്ട. രണ്ടാം മരണത്തെ കുറിച്ച് നീ പേടിച്ചാൽ മതി. നിന്റെ ജീവിതത്തിൽ ഇവിടെ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നിലെ നമ്മെ ഗൈഡ് ചെയ്യുന്ന ചിന്ത രണ്ടാം മരണത്തിൽ അകപ്പെടാനിടയാകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തീപ്പൊയ്കയിലേക്ക് തള്ളിയിടപ്പെടുന്ന ആ രണ്ടാം മരണത്തിൽ അകപ്പെടാതെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുവാൻ യേശു മാത്രം കർത്താവ് എന്ന് പറഞ്ഞ് അവനോട് പറ്റിയിരുന്ന് കഷ്ടതയായാലും ദാരിദ്ര്യമായാലും ദൂഷണമായാലും ഉപദ്രവമായാലും അവിടെ വിശ്വസ്തത കൈമോശം വരാതെ യേശു മാത്രം കർത്താവ് എന്ന് പറഞ്ഞ് അവനോട് ചേരുന്നവൻ, അവനോട് ചേർന്ന് നിൽക്കുന്നവൻ, അവൻ ജയാളിയാണ്. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഈ ലോകത്തോട് നാം വിളിച്ചു പറയണം, രണ്ടാമതൊരു മരണമുണ്ട്. ആ രണ്ടാം മരണമാണ് നമ്മുടെ വിഷയം. നിത്യത എവിടെ ചെലവഴിക്കും? രണ്ടാം മരണത്തിൽ പെട്ടുപോകുമോ? വീണ്ടും ജനനം പ്രാപിക്കാത്തവർ ഈ രണ്ടാം മരണത്തിൽ അകപ്പെട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവജനമേ, നമ്മെ ഭയപ്പെടുത്തുന്നത് അതായിരിക്കണം. ഒന്നാം മരണം നമ്മെ ഭയപ്പെടുത്തരുത്. ആരെങ്കിലും ഇവിടുന്ന് പോകാൻ മടിയുള്ളവരുണ്ടെങ്കിൽ പറയട്ടെ, ഹല്ലേലൂയ. ഇവിടുന്ന് പോകാൻ മടിയുമായിട്ടിരുന്നാല് ജയാളിയാകാൻ പ്രയാസമാ. ജയാളികളാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ഒന്നാം മരണത്തെ ഭയപ്പെടേണ്ട. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. പരീക്ഷ കൂടി വരട്ടെ, പ്രതികൂലം കൂടി വരട്ടെ, ലോകത്തെ യുദ്ധങ്ങൾ ഉണ്ടായിക്കോട്ടെ, എനിക്ക് വിഷയമല്ല. എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു നാഥനുണ്ട്. അവൻ ആദ്യനും അന്ത്യനുമാ. അവൻ മരിച്ചവനായിരുന്നു, ഇന്ന് അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നവനാ. അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് അവന്റെ ദൂതനോട് അവൻ പറയുകയാണ്, ഞാൻ നിന്നെ അറിയുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. ഹല്ലേലൂയ. ഈ വചനങ്ങളാല് നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ക്ഷണിച്ച വാത്സല്യ പാസ്റ്ററോടും ഈ കൂട്ടായ്മയോടും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. Praise the Lord.